ഞാൻ സാധാരണ ഒരു ക്ലാസ് എഴുതുകയാണ്, test.java. test.java എന്ന് പറഞ്ഞൊരു ഫയൽ എഴുതുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു പ്രോഗ്രാം എഴുതാൻ പോവാണ്. ഓക്കെ, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, അതൊക്കെ ഒന്ന് കേട്ടു. നിങ്ങൾ ആമസോൺ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലോ? കാണുമായിരിക്കും, ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ ഫ്ലിപ്കാർട്ട്, ഏതെങ്കിലും ഒരു ഓൺലൈൻ സൈറ്റ് കാണാത്തവരായിട്ട് കാണത്തില്ലല്ലോ, യൂസ് ചെയ്യാത്തവരായിട്ട് കാണത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ എൻ്റെ ആമസോൺ എന്ന് പറഞ്ഞൊരു സൈറ്റിനകത്ത് ലക്ഷക്കണക്കിന് പേജസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു സോണിയുടെ പ്രോഡക്റ്റ് എടുക്കുകയെന്ന് വിചാരിക്കുക. സോണിക്ക് തന്നെ ഇഷ്ടം പോലെ പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ TV എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ TV തന്നെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട്. ആ TV 31 ഇഞ്ചിൻ്റെ ഒരു HD TV എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, HD TVയുടെ ഒരു പർട്ടിക്കുലർ വെർഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ മോഡൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മോഡലിൽ ഒരെണ്ണേ മാത്രമേ കാണത്തുള്ളൂ. ആ മോഡലിൽ ഒരു എററുണ്ട്, ആ ഒരു പേജിനകത്ത് ഒരു എററുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈറ്റ് ഫുൾ ഡൗൺ ആകുന്നു എന്ന് പറയുന്നത് ഒരു ബെറ്റർ കോഡാണ്. ഇപ്പോൾ ഇഷ്യൂ ആർക്കാണ്? സോണിയുടെ ടിവിക്കകത്ത് 31 എന്ന് പറയുന്ന ഇഞ്ചിൻ്റെ ഒരു ടിവിക്കകത്താണ് ഇഷ്യൂ ഉള്ളത്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു ബെറ്റർ കോഡാണ്. ഹോൾ സൈറ്റ് ഡൗൺ ആവാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബെറ്റർ സൈറ്റ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേജ് മാത്രം ഇഷ്യൂ ഉണ്ടായി എങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, എങ്കിൽ നമുക്കറിയാൻ പറ്റും ആ ഒരു പേജിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഞാൻ പബ്ലിക് സ്റ്റാറ്റിക് void main എഴുതി, string or guess. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ int a equal to 10 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 10, b equal to 20 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞു. സേവ്. അടുത്തത് int c equal to a divided by b എന്ന് പറഞ്ഞു. system.out.println ഞാൻ സിയുടെ വാല്യൂ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, system.out.println ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ആദ്യത്തെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ഇന്റർ ഡിപ്പെൻഡന്റ് കോഡാണെന്ന് പറയാൻ പറ്റും. കാരണം സി എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം, സി എന്താണെന്ന് അറിയണം. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പെർഫോം ചെയ്താലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പെർഫോം ചെയ്യണമെങ്കിൽ എ എന്താണ് ബി എന്താണെന്ന് അറിയണം, എങ്കിലല്ലേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം. അപ്പോൾ ആ 3 എണ്ണം എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റും, ഇന്റർ ഡിപ്പെൻഡന്റ് കോഡാണെന്ന് പറയാൻ പറ്റും. വാട്ട് അബൌട്ട് ഫോർത്ത് വൺ? നാലാമത്തത് ഹലോ വേൾഡ് ആണ്. ഹലോ വേൾഡ് എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? സി പ്രിന്റ് ചെയ്ത സിയുടെ വാല്യൂ കിട്ടിയിട്ടാണോ ഹലോ വേൾഡ് കണ്ടുപിടിക്കേണ്ടത്? അല്ല, ഹലോ വേൾഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് 3 ലൈൻ എന്ന് പറയുന്നത് സോണിയുടെ ആ പർട്ടിക്കുലർ പേജ് ആണെന്ന് വിചാരിക്കുക. ഹലോ വേൾഡ് എന്ന് പറയുന്നത് വേറെ ഏതൊരു പേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സിക്കകത്ത് ആ ഒരു ഫസ്റ്റ് 3 ലൈനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോർത്ത് ലൈൻ വരാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ബെറ്റർ കോഡാണോ? അല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു അല്ല എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാനാണെങ്കിൽ എൻ്റെ കോഡൊന്ന് റൺ ചെയ്യാൻ വേണ്ടി പോവാണ്. javac test.java. അപ്പോൾ എറർ ഒന്നുമില്ല, ഞാൻ റൺ ചെയ്യുന്നു. സോ 20 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 2 എന്ന ആൻസർ കിട്ടി. ഹലോ വേൾഡും വന്നു. ഓക്കെ, കറക്റ്റാണ്, ഒരു പ്രശ്നവുമില്ല.
വാട്ട് ഐ എം ഡൂയിങ് ഈസ് ഈ ബി എന്ന് പറയുന്നത് ഞാൻ 0 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ബി എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തു? 0 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. 10 ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്, വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ അതെന്ന് പറയുന്ന ഒരു എററാണ്. അപ്പോൾ എററായി. അതിനുശേഷം സി ഇപ്പോൾ പ്രിന്റ് ചെയ്യാൻ പറ്റൂല. ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാം. ശരി, ഞാനാണെങ്കിൽ റൺ ചെയ്യാണ്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? അവർ പറയുന്നു എന്തോ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഉണ്ടായി. ഡിവൈഡ് ബൈ സീറോ എന്ന് പറയുന്ന ഒരു എറർ ഉണ്ടായി അഞ്ചാമത്തെ ലൈനിൽ വെച്ച് എനിക്ക് ഡിവൈഡ് ബൈ 0 എറർ ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? എക്സെപ്ഷൻ ഉണ്ടായപ്പോൾ 5ാമത്തെ ലൈൻ വരെ എക്സിക്യൂട്ട് ആയോ? 6 എക്സിക്യൂട്ട് ആയോ? ഇല്ല. 7 എക്സിക്യൂട്ട് ആയോ? ഇല്ല. 6 പോട്ടെ, അവൻ നമ്മുടെ ആയിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇന്റർഡിപെൻഡന്റ് ആയിട്ട് കിടക്കുന്ന കോഡാണെന്ന് പറയാം. 7 എന്ത് ചെയ്തു? 7 ഒന്നുമില്ല. 7 എന്ന് പറയുന്നത് അവനുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസി ഇല്ലാത്ത കോഡാണ്. അവനും കൂടെ എന്ത് ചെയ്യുന്നില്ല? റൺ ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അതാണ് അവിടുത്തെ ഇഷ്യൂ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ബെറ്റർ കോഡാണോ? അല്ല. അപ്പോൾ ബെറ്റർ കോഡാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർഡിപെൻഡന്റ് കോഡിനെ എല്ലാം ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഇവിടെ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞൊരു എറർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ആ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ കാര്യം നമ്മൾ അവിടെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ട ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സെപ്ഷൻ എന്ന് വിളിക്കുന്നത്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് കമ്പൈൽ ചെയ്തപ്പോൾ വല്ല എററും ഉണ്ടായിരുന്നോ? ഇല്ല. കമ്പൈൽ ചെയ്തപ്പോൾ എററൊന്നും ഇല്ല. റൺ ചെയ്തപ്പോൾ എറർ ഉണ്ട്. അപ്പോൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ റൺ ടൈം എക്സെപ്ഷൻ, റൺ ടൈം എറർ. ഈ റൺ ടൈം എറർ ഉണ്ടായത് കാരണം എന്താണ്? ഇറ്റ് വിച്ച് അഫക്ട്സ് ദി നോർമൽ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാമിന്റെ നോർമൽ എക്സിക്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു റൺ ടൈം എററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സെപ്ഷൻ എന്ന് വിളിക്കുന്നത്. In Java, we need to properly handle the exception. How we are going to handle the exception? We make use of two statements that are try and catch. അപ്പോൾ ട്രൈ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇന്റർഡിപെൻഡന്റ് കോഡ് നമ്മൾ എന്തിനകത്ത് എഴുതും? ട്രൈക്കകത്ത് നമ്മൾ ഇതിനകത്ത് ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള കോഡ് ആരൊക്കെയായിരുന്നു? എയും ബിയും കണ്ടുപിടിക്കുന്നത്. പിന്നെ സി വരെ ഉള്ളത് എന്താണ്? ഇന്റർഡിപെൻഡന്റ് കോഡാണ്. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്? ഡിവൈഡ് ബൈ 0 എറർ വരാൻ. കാരണം നമ്മളിവിടെ ഒരു ഡിവിഷൻ എറർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡിവിഷൻ എററാണ് നമ്മൾ പറയുന്നത്. ഡിവിഷൻ വരുമ്പോൾ എറർ വരാൻ പറ്റുന്ന എറർ എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡ് ബൈ 0. അത് പറഞ്ഞിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്. ഓക്കെ, അത് ഞാൻ ട്രൈ ക്യാച്ചിനകത്ത് എഴുതി. അപ്പോൾ ക്യാച്ച് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം ഏത് എക്സെപ്ഷന്റെ പേരെന്താണെന്ന് പറഞ്ഞ് എഴുതുക, ആ ക്ലാസ് എന്താണെന്ന് പറഞ്ഞ് എഴുതുക, സ്പേസ് എന്ത് എഴുതുക? അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വച്ച് എറർ അടിച്ചപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ ജനറേറ്റ് ആകുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? അരിത്തമെറ്റിക് എക്സെപ്ഷന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് നേരെ എങ്ങോട്ടേക്ക് വരും? ക്യാച്ചിലേക്ക് വരുമ്പോൾ ഈക്കകത്ത് ഇവിടെ ജനറേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് ഈക്കകത്തോട്ട് വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ സി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു എക്സെപ്ഷൻ അടിക്കും. എക്സെപ്ഷൻ ട്രേസ് ചെയ്ത് വരുമ്പോൾ അത് എന്ത് എക്സെപ്ഷൻ ആണെന്ന് മനസ്സിലാവും? ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണെന്ന് പറഞ്ഞ് മനസ്സിലാവും. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ന്യൂ സ്പേസ് ക്ലാസിന്റെ പേര് എന്താണ്? അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്നാണ് ക്ലാസിന്റെ പേര്. അരിത്തമെറ്റിക് എക്സെപ്ഷൻ അടിക്കുമ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടായി. ആ ഒബ്ജക്റ്റ് ആരിലേക്ക് വരും? ഇവിടെ വരും. അപ്പോൾ ഞാൻ ഇവിടെ എന്താ എഴുതുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഞാൻ എന്താണ് മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ഒരു എക്സെപ്ഷന്റെ മെസ്സേജ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഡിസ്പ്ലേ ചെയ്യും.
അതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ഇ ഡോട്ട് ഗെറ്റ് മെസ്സേജ്. ഇപ്പം നോക്കിയേ, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് തൊട്ടേ അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഗെറ്റ് മെസ്സേജ്. അപ്പോൾ അരിത്തമെറ്റിക് എക്സെപ്ഷൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഗെറ്റ് മെസ്സേജ്. ഓക്കെ, അത് ഞാൻ ചെയ്യുന്നു. ഇത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ആ കോഡിനെ ഞാൻ എന്താക്കി മാറ്റി? ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് മാറ്റി. ഇതിനകത്ത് ട്രൈക്കകത്ത് ഞാൻ എഴുതുന്നത് എന്താണ്? ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള കോഡല്ല. അതായത് എക്സെപ്ഷൻ വരാൻ ചാൻസ് ഉള്ള കോഡെല്ലാം ഞാൻ ഇതിനകത്ത് എഴുതുന്നു, ട്രൈക്കകത്ത് എഴുതുന്നു. ആ എക്സെപ്ഷൻ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഞാൻ എന്തിനകത്ത് എഴുതണം? ക്യാച്ചിനകത്ത് എഴുതണം. ക്യാച്ച് അരിത്തമെറ്റിക്. അപ്പോൾ ഇവിടെ ഡിവിഷൻ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്ത് ഓപ്പറേഷൻ ആണ് വരുന്നത്? അരിത്തമെറ്റിക് എക്സെപ്ഷൻ വരാനാണ് ചാൻസ്. സോ ഞാൻ എന്ത് എഴുതി? ക്യാച്ച് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ് എഴുതി. അരിത്തമെറ്റിക് എക്സെപ്ഷൻ സ്പേസ് അതിൻ്റെ ഒരു റെഫറൻസ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിസ്റ്റം വിൽ ജനറേറ്റ് an object of that type. അരിത്തമെറ്റിക് എക്സെപ്ഷൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് നേരെ എങ്ങോട്ടേക്ക് വരും? ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് എന്ത് പ്രിന്റ് ചെയ്യും? ഇ ഡോട്ട് ഗെറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. മെസ്സേജ് എന്താണോ അത് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അതിനുശേഷം വെളിയിലോട്ട് ഇറങ്ങും. എന്നിട്ട് എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കും? ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പം നേരത്തെ നമ്മൾ റൺ ചെയ്തപ്പോൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തായിരുന്നു? ഇല്ല. എവിടെയാണോ സി ഈക്വൽ ടു, അതായത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോയി. അതിനെ താഴോട്ട് എക്സിക്യൂട്ട് ചെയ്തോ? ഇല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ എന്ത് ചെയ്തു? ഇവിടെ അരിത്തമെറ്റിക് എക്സെപ്ഷൻ അടിച്ചപ്പോൾ നേരെ ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു. ക്യാച്ച് സ്റ്റേറ്റ്മെന്റിനകത്ത് വന്നപ്പോൾ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണോ എന്ന് നോക്കി. ആണ് എങ്കിൽ കറസ്പോണ്ടിങ് മെസ്സേജ് പ്രിന്റ് ചെയ്തു. എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നോക്കിയേ, എന്തായിരുന്നു എൻ്റെ മെസ്സേജ്? ഡിവൈഡ് ബൈ 0 എന്നാണ് എൻ്റെ മെസ്സേജ്. അതായത് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഇവിടെ വെച്ച് എക്സെപ്ഷൻ അടിച്ചപ്പോൾ എന്താണ് മെസ്സേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ബൈ 0 എറർ ഉണ്ടായി. അത് പ്രിന്റ് ചെയ്തതിന് ശേഷം എന്തും കൂടെ പ്രിന്റ് ചെയ്തു? ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാതിരുന്നു? ഇല്ല. ഹലോ വേൾഡും പ്രിന്റ് ചെയ്തു. എന്താണ് എറർ എന്നുള്ള കാര്യവും പ്രിന്റ് ചെയ്ത് കാണിച്ചു. ദിസ് ഈസ് ദ ആപ്റ്റ് കോഡിംഗ് ടെക്നിക്ക്. ഇങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് കോഡ് എഴുതുന്നുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ എന്ത് എഴുതണം? ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു വർക്കിംഗ് നമ്മളൊക്കെ നോക്കാം. ഓക്കെ, ഇതിനെ ഞാൻ ലൈൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ലൈൻ 1 എന്ന് വിളിക്കുന്നു. ഇതിനെ ലൈൻ 2 എന്ന് വിളിക്കുന്നു. ലൈൻ 2 എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ലൈനിനെ ലൈൻ 3 എന്ന് വിളിക്കുന്നു. ഇതിനെ ലൈൻ 4 എന്ന് വിളിക്കുന്നു. ദെൻ ഇതിനെ ലൈൻ 5 എന്ന് വിളിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ലൈൻ 6. നമുക്ക് ഇതിൻ്റെ ഒരു ഇഫ് ദർ ഈസ് ആൻ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഉണ്ടാവണമെങ്കിൽ അത് ഏത് ലൈനിലേ ഉണ്ടാവത്തുള്ളൂ? ലൈൻ 2-നകത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് സിനാരിയോ, അതിൻ്റെ വർക്ക് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം. ആദ്യം ലൈൻ നമ്പർ 1 വന്ന് എയും ബിയും സെറ്റ് ചെയ്തു. അതിനുശേഷം 2 വന്നപ്പോൾ എന്ത് ജനറേറ്റ് ചെയ്തു? ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു. അരിത്തമെറ്റിക് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ 3 എക്സിക്യൂട്ട് ആവുമോ? ഇല്ല. തൊട്ട് താഴെ കിടക്കണം. അതായത് ട്രൈക്കകത്ത് ഇപ്പോൾ 2-നകത്താണ്, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വെച്ചാണ് നമുക്ക് എറർ അടിച്ചതെങ്കിൽ റിമൈനിങ് ട്രൈക്കകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നേരെ ഏത് സ്റ്റേറ്റ്മെന്റിലേക്ക് വരും? നേരെ ഫസ്റ്റ് ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. ഫസ്റ്റ് ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? 4 ആണ്. 4ലേക്ക് വന്നു. ദെൻ അത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണോ എന്ന് നോക്കി. യെസ് ആണ്. ആണെങ്കിൽ നേരെ എന്ത് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും? 5th ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതെന്ത് ചെയ്യും? അത് ആ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ക്യാച്ചിന്റെ ഏറ്റവും വെളിയിലേക്ക് വരും. ദാറ്റ് ഈസ് ഏത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും? 6th സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. നമുക്കപ്പോൾ
ഇതല്ല, ഇഫ് ദർ ഈസ് നോ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് നോക്കാം. ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷനും അടിച്ചില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് നോക്കാം. ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ല, കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എറർ വല്ലതും ഉണ്ടോ? ഇല്ല. നമുക്കിപ്പോൾ 10 ആണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. എറർ ഉണ്ടോ? 10 ഡിവൈഡഡ് ബൈ 10 1. എറർ ഒന്നുമില്ല, എക്സെപ്ഷൻ ഒന്നുമില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏത് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും? തേർഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഒരു എററും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആവത്തില്ല. എക്സിക്യൂട്ട് ആവാത്ത നേരെ എങ്ങോട്ടേക്ക് പോകും? ക്യാച്ചിന്റെ വെളിയിലേക്ക് പോകും. 6 എന്ന് പറയുന്ന ലൈനിലേക്ക് പോകും. ലൈൻ നമ്പർ 6 എന്ന് പറയുന്നത് എന്താണ്? ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഫ്ലോ എന്താണ്? ആദ്യം സി പ്രിന്റ് ചെയ്യും, അതിനുശേഷം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം അങ്ങനെയാണോ വരുന്നതെന്ന്. ഓക്കെ, 1 വരുന്നു, ഹലോ വേൾഡ് വരുന്നു. അപ്പോൾ നമ്മുടെ പാത്ത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, സേവ് ഞാൻ ബി എന്ന് പറയുന്ന ഒരു അറേ എടുക്കുന്നു. ബിയുടെ സൈസ് എന്ന് പറയുന്നത് 20 ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് ബി ഓഫ് 25 പ്രിന്റ് ചെയ്യുന്നു. ബി ഓഫ് 25 പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന എററിനെ നമ്മൾ വിളിക്കുന്ന പേര് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ എന്നാണ്. അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു 5-6 പഠിക്കാനുണ്ട്. 5-6 മാത്രം പഠിച്ചാൽ മതി. നമുക്കത് നോക്കാം, എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എന്ന് പറയുന്നതാണ് എറർ. ശരി, നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 6, ഇത് 7. ശരി, ഞാനാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതുന്നു. എന്നിട്ട് ഇതിനെ ലൈൻ 1A എന്ന് വിളിക്കുന്നു. 1A. ഇതിനെ ലൈൻ 1B എന്ന് പറയുന്നു. 1B. ഇത് 2, ഇത് 2A എന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് നമ്പർ മാറ്റാൻ വരുത്താതെ കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദർ ഈസ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എറർ. ഇഫ് ദർ ഈസ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. അപ്പോൾ ഈ കേസ്, അതായത് ഇവിടെ എത്രയേ പറഞ്ഞിട്ടുള്ളൂ? 20 പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്തിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു? 25നെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫ്ലോ നമുക്ക് നോക്കാം. ആദ്യം ഏത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും? ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. 1B എക്സിക്യൂട്ട് ചെയ്യും. 1B എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അവിടെ വെച്ച് എന്ത് എറർ അടിക്കും? അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ടിന്റെ ഒരു ഒബ്ജക്റ്റ് ജനറേറ്റ് ആയി. നേരെ താഴത്തെ സ്റ്റേറ്റ്മെന്റ്സ് വലുതും എക്സിക്യൂട്ട് ആവും. ട്രൈക്കകത്ത് റിമൈനിങ് കിടക്കുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റ്സും എക്സിക്യൂട്ട് ആവില്ല. നേരെ ഏതിനകത്തോട്ട് വരും? ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് ലൈൻ നമ്പർ 4ലേക്ക് വരും. ലൈൻ നമ്പർ 4ൽ വന്നിട്ട് ചോദിക്കും, ഇപ്പോൾ ജനറേറ്റ് ചെയ്ത എക്സെപ്ഷൻ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണോ? ഇപ്പോൾ ജനറേറ്റ് ചെയ്ത എക്സെപ്ഷൻ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണോ? അല്ല എന്നുണ്ടെങ്കിൽ നേരെ എങ്ങോട്ടേക്ക് പോകും? അടുത്ത ക്യാച്ചിലേക്ക് പോകും. അടുത്ത ക്യാച്ച് എന്ന് പറയുന്നത് എത്രാമത്തെ ലൈനാണ്? 6th ലൈനാണ്. 6th ലൈനിലേക്ക് പോകും. എന്നിട്ട് ചോദിക്കും, ഇപ്പോൾ ജനറേറ്റ് ചെയ്ത എക്സെപ്ഷൻ എന്ന് പറയുന്നത് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് ആണോ എന്ന് ചോദിക്കും. ആണെങ്കിൽ നേരെ ഏതിനകത്തോട്ട് പോകും? ലൈൻ നമ്പർ 7ലേക്ക് പോകും. ദെൻ അടുത്ത ഏതിനകത്തോട്ട് പോകും? ലൈൻ നമ്പർ 8ലേക്ക് പോകും. ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് ഫ്ലോ വരുന്നത്. ഇഫ് ദർ ഈസ് ആൻ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ, ആദ്യം ലൈൻ 1A എക്സിക്യൂട്ട് ചെയ്യും. ദെൻ 1Bയിൽ വെച്ച് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യും. നേരെ റിമൈനിങ് ട്രൈ ബ്ലോക്സിനകത്തുള്ള ഒന്നും നോക്കത്തില്ല, നേരെ എങ്ങോട്ടേക്ക് വരും? ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. ആദ്യം കിടക്കുന്ന എക്സെപ്ഷൻ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്, അതാണോ? അല്ല. ദെൻ അടുത്ത ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്ന് നോക്കും. അടുത്ത ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ആണോ? ആണ് എങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. ദെൻ ലൈൻ 7. ആഫ്റ്റർ ദാറ്റ് ക്യാച്ചിന് വെളിയിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ്
ലൈൻ 8 എക്സിക്യൂട്ട് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കേസല്ലേ, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്കിപ്പോൾ നോക്കാം അത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. യെസ്, ആ 25 എന്ന് പറയുന്ന എറർ മെസ്സേജ് ആണ്. 25 എന്ന് പറയുന്നത് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എന്ന് പറയുന്ന എറർ ആണെന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. പിന്നെ ഹലോ വേൾഡും ഡിസ്പ്ലേ ചെയ്തു. ഇതാണ് ആൻസർ. ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ വരുന്നുവെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഹലോ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഹലോ സ്പേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് മാറും, അതിനകത്ത് തന്നെ വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാവും. ഹലോ 25 മനസ്സിലായല്ലോ. ഹലോ 25 എന്ന് പറയുന്ന ആ ഇൻഡെക്സ് ആണ്. നമ്മളിവിടെ 25 അല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ 25 എന്ന് പറയുന്നത് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് ആണ്. അതാണ് എറർ എന്നുള്ള കാര്യം പറയാൻ. നൗ ഇതാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എറർ? എന്തായിരിക്കും? ആദ്യം ലൈൻ നമ്പർ 1A എക്സിക്യൂട്ട് ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ല. അടുത്ത ലൈൻ നമ്പർ 1B എക്സിക്യൂട്ട് ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. കാരണം 10 ഉണ്ട്. 10 എന്ന് പറയുന്ന ഇൻബൗണ്ട് ആണ്. അപ്പോൾ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് വരുന്നില്ല. ഇനി ലൈൻ 2 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 0 ആയിട്ടും അസൈൻ ആവും. ലൈൻ 2A എക്സിക്യൂട്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ 10 ഡിവൈഡഡ് ബൈ 0 ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യും. നേരെ ഏത് ലൈനിലേക്ക് വരും? ലൈൻ 4ലേക്ക് വരും. ലൈൻ 4ലേക്ക് വന്നിട്ട് എന്ത് നോക്കും? അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണോ ജനറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് നോക്കും. ആണോ? ആണ്. ആണെങ്കിൽ നേരെ എങ്ങോട്ടേക്ക് പ്രിന്റ് ചെയ്യും? ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞ് ലൈൻ 5 പ്രിന്റ് ചെയ്യും. അതിനുശേഷം എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? അതിനുശേഷം ക്യാച്ചിന്റെ എല്ലാം വെളിയിലേക്ക് പോകും. ക്യാച്ചിന്റെ എല്ലാം വെളിയിലേക്ക് പോയിട്ട് വെളിയിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ലൈൻ നമ്പർ 8. ലൈൻ നമ്പർ 8 എന്താണ്? ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ദാറ്റ് ഈസ് ആ ഫ്ലോ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം 1Aയിലേക്ക് വരുന്നു, ദെൻ 1Bയിലേക്ക് വരുന്നു, ദെൻ 2യിലേക്ക് വരുന്നു. 2ൽ വെച്ച് 2 ഇന്ന് പിന്നെ 2Aയിലേക്ക് അവിടെ വെച്ച് എന്ത് ജനറേറ്റ് ചെയ്യുന്നു? എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുന്നു. നേരെ ലൈൻ നമ്പർ 4ലേക്ക് വരുന്നു. 4 അരിത്തമെറ്റിക് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത എക്സെപ്ഷൻ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്. സോ ലൈൻ നമ്പർ 5ലേക്ക് വരുന്നു. ദെൻ ലൈൻ നമ്പർ 5 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് ഒന്നും എക്സിക്യൂട്ട് ആവില്ല. നേരെ ഏറ്റവും വെളിയിലുള്ള ഭാഗം ദാറ്റ് ഈസ് 8ലേക്ക് വരും. ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പോർഷനിലേക്ക് വരും. ഓക്കെ, ദിസ് ഈസ് ദ ഫ്ലോ ഓഫ് ദിസ് വെൻ ദർ ഈസ് എ അരിത്തമെറ്റിക് എക്സെപ്ഷൻ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളും കൂടെ പറഞ്ഞോളുക. ഇഫ് ദർ ഈസ് നോ എക്സെപ്ഷൻ അറ്റ് ഓൾ, ഒരു എക്സെപ്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് ഫ്ലോ എങ്ങനെയായിരിക്കും? ആദ്യം 1A എക്സിക്യൂട്ട് ആവും, ദെൻ 1B എക്സിക്യൂട്ട് ആവും, ദെൻ 2 എക്സിക്യൂട്ട് ആവും, ദെൻ 2A എക്സിക്യൂട്ട് ആവും. അതിനുശേഷം എറർ ഒന്നുമില്ല, അതുകൊണ്ട് ലൈൻ 3 എക്സിക്യൂട്ട് ആവും. ഒരു എററും ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാച്ച് വല്ലതും എക്സിക്യൂട്ട് ആവും? ഇല്ല. നേരെ എങ്ങോട്ടേക്ക് വരും? ലൈൻ നമ്പർ 8ലേക്ക് വരും. അപ്പോൾ ഒരു എററും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും? ഒരു നോർമൽ എക്സിക്യൂഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ മനസ്സിലായല്ലോ. ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ വെൻ ദർ ഈസ് ആൻ എക്സെപ്ഷൻ മനസ്സിലായല്ലോ. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡൗട്ടിലേക്ക് പോവാം. ട്രൈ എങ്ങനെയാണ് എഴുതുന്നത്? ട്രൈ എന്ന് പറയുന്നത് ട്രൈ ക്യാച്ച്, ഇതാണ് സിൻടാക്സ്. ട്രൈ കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് എഴുതണം? ക്യാച്ച് എഴുതണം. ഓക്കെ, ട്രൈ കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്യാച്ച് എഴുതണം. ഇതാണ് സിൻടാക്സ്. ക്യാച്ചിൻ്റെ അകത്ത് നമുക്ക് എക്സെപ്ഷൻ്റെ പേരുകളാണ് പറയേണ്ടത്. നമുക്ക് ഇപ്പം ഞാൻ രണ്ടെണ്ണം പറഞ്ഞില്ലേ, രണ്ടെണ്ണം വച്ച് പഠിച്ചാൽ മതി. കൂടുതലൊന്നും ഇപ്പം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ എക്സെപ്ഷൻ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ പറ്റും. ത്രെഡ് എക്സെപ്ഷൻ ഉണ്ട്, SQL എക്സെപ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം. ക്ലാസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത് എക്സെപ്ഷൻ, നോ ക്ലാസ് ഫൗണ്ട് എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ എക്സെപ്ഷൻസ് കാണും. അപ്പോൾ അതൊന്നും ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ രണ്ടെണ്ണം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് എക്സെപ്ഷനും
അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. ഈ രണ്ടെണ്ണം മാത്രം